65 ലക്ഷം രൂപയ്ക്ക് 3 ബെഡ്റൂമിന്റെ ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ബസ് റൂട്ടിൽ നിന്ന്, മെയിൻ റോഡിൽ നിന്ന് 700 മീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. റെസിഡൻഷ്യൽ ഏരിയ ആണ്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ഇതേപോലെ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ കാക്കനാട് കളക്ടറേറ്റിലേക്ക് 7.5 ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇടച്ചിറ ജംഗ്ഷനിലേക്ക് 5.7 കിലോമീറ്റർ, തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് 1.6 കിലോമീറ്റർ, ഇടപ്പള്ളി ഭാഗത്തേക്ക് 8.2 കിലോമീറ്റർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി എല്ലാവർക്കും അറിയാം, കുസാറ്റിലേക്ക് 6.6 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ആലുവ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 8.9 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താം. വെറും 18 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. വീടിന്റെ മതിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ടെക്സ്ചർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും റൈറ്റ് സൈഡ് ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. വൈറ്റ് കളർ പെയിന്റ് ആണ്. ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് ഓപ്പൺ ചെയ്താൽ നമ്മൾ നേരെ വന്ന് എൻട്രി ചെയ്ത് കയറുന്നത് കാർപോർച്ചിലേക്കാണ്. കവേഡ് ആയിട്ടുള്ള ഒരു കാർപോർച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോറിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. ഫ്രണ്ടിലെ 2 പില്ലറുകൾ നോക്കുവാണെങ്കിൽ ടെക്സ്ചർ വർക്കാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയും കംപ്ലീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡ് ആണ് കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ചിപ്പാണ് വിരിച്ചിരിക്കുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ചിനെ കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെയും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു വഴി വന്ന് എൻഡ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. ഡ്രിങ്കിങ് വാട്ടർ നമുക്ക് ഇവിടെ കിണറാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ കാണുന്നത് വീടിന്റെ ബാക്ക് സൈഡ് ആണ്. കിച്ചന്റെ ഡോർ ഇവിടെയാണ്. ഇവിടെയും സ്പേഷ്യസ് ആയ ഏരിയ ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു വർക്ക് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. 3 സെന്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ചെറിയ ബഡ്ജറ്റുള്ള ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. 2 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മെയിൻ ഡോറിന്റെ ദർശനം നോക്കുവാണെങ്കിൽ കിഴക്ക് ഭാഗത്തേക്കാണ്, ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വരുന്നത്. 2 ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ലിവിംഗ് സ്പേസിലാണ്. എടുത്തു പറയേണ്ടതാണ്, വളരെ വലിയ ലിവിംഗ് സ്പേസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ അളവ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 15 അടി നീളവും 12.5 അടി വീതിയുമുള്ള വലിയൊരു ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ചുറ്റിനും നോക്കുവാണെങ്കിൽ കാണാം നിറയെ വിൻഡോസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും ബൾബുകളും എല്ലാം കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ്, സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ ലേഗ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾ വന്നിട്ട് ഓഫ് വൈറ്റ് ഷെയ്ഡ് ആണ്. ഇവിടെയായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും LED ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഈ ഒരു ലിവിംഗ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ അതിന്റെ എൻട്രൻസും വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. കാണുന്ന സ്പേസുകളിലെല്ലാം ചെറിയ LED ബൾബുകളാണ്. ഇവിടെ എല്ലാം നമുക്ക് ഓപ്പൺ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. നേരെ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലാണ്. ഒരു 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ നീളവും വീതിയും നോക്കുവാണെങ്കിൽ 11 അടി നീളവും 9.5 അടി വീതിയുമാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നത്. അതുകൂടാതെ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് കാണാം. ആ ഭാഗത്തും 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. സ്റ്റെയർകേസിന്റെ താഴെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടേഴ്സ് വെക്കാനും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ നല്ല സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടൊരു പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ജെറയുടെ ആണ് വാഷ് ബേസിൻ. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത്. മുകൾ ഭാഗത്തെ ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് ആണ്. 2 ലൈറ്റ് ഫിറ്റിംഗ് അവിടെ വരുന്നുണ്ട്.
മുകളിലും താഴെയും നോക്കുവാണെങ്കിൽ നിറയെ ഡോർ വെച്ചിട്ട് കബോർഡുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസ് നിങ്ങൾ കണ്ടു. സ്റ്റെയർകേസിന്റെ സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. പോകുന്ന വഴിക്ക് നിറയെ ഫുഡ് ലാമ്പുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കിച്ചൺ ആണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. വലിയൊരു ഓപ്പൺ എൻട്രൻസ് തന്നെ വരുന്നുണ്ട്. അവിടെയും CNC കട്ടാണ് ഡിസൈൻ ആയിട്ട് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഏരിയ പാനലിംഗിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പാനലിംഗ് ആണ്. ഇവിടെ നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. മുകൾ ഭാഗത്തൊക്കെ നോക്കിയാലും കാണാം ചെറിയ LED ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ സ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ്. കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഫ്രിഡ്ജ് ഒക്കെ വെക്കാനായിട്ടുള്ള സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ ആണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസിലെല്ലാം തന്നെ ഗ്രേ ഷെയ്ഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. വിൻഡോസ് രണ്ട് സൈഡിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷൻ ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ചെറിയൊരു പ്രൊജക്ഷൻ വരുന്നുണ്ട്. അവിടെയായിട്ട് LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡോറ് കാണാം. അത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ളതാണ്. പുറത്ത് വർക്ക് ഏരിയ ചെയ്തെടുക്കാനുള്ള നല്ലൊരു സ്പേസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടതാണ്. ഈ വീട്ടിൽ നമുക്ക് താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. മരങ്ങൾ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയും മഹാഗണിയുമാണ്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 11 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തും ഇവിടെയുമായിട്ട് 3 വിൻഡോസ് വിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ചെറിയൊരു പാനലിംഗ് പോലെയാണ് ബീമിന്റെ ഒരു ഷേപ്പ് ഒക്കെ വരുന്നത്. അതുകൂടാതെ എല്ലാ ഭാഗങ്ങളിലും LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. വുഡൻ കളർ തന്നെ അതേ ഡിസൈനും ഒക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിനെ കൂടെ ഡ്രസ്സിംഗ് ടേബിളിൽ സൗകര്യം കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു മിറർ വെക്കാനുള്ള സ്പേസ് മാത്രമാണ് നമുക്ക് ഇവിടെ വരുന്നത്. അതിന് മിറർ ഫിറ്റ് ചെയ്യാനുള്ള വർക്ക് മാത്രമാണ് പെയിന്റിംഗ് ഉള്ളത്. ഈ കാണുന്ന സ്പേസുകളിലെല്ലാം തന്നെ ചെറിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ബ്ലൂയിഷ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ വരുന്നത്. എല്ലായിടത്തും തന്നെ ഫിറ്റിംഗ്സ് ജെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ ഭാഗത്തായിട്ട് പെർഗോള മോഡലിലാണ് കുറച്ച് ഓപ്പണിംഗ് വരുന്നത്. അകത്തെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. നേരെ നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ഹാളിലേക്കാണ്. അപ്പർ ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. ഇതിന്റെ നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ കുറച്ച് വർക്കുകൾ വരുന്നുണ്ട്. സിമ്പിൾ വർക്കുകളാണ് എങ്കിൽ പോലും LED ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് ആദ്യം കാണുന്ന ഡോർ ഇവിടുത്തെ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടൊരു ചെറിയ ബാൽക്കണി നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയ ബാൽക്കണി എന്ന് പറയാൻ പറ്റില്ല, കവേർഡ് ആയിട്ടുള്ള ബാൽക്കണി ചെറുതാണ്. ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡോറ് വരുന്നുണ്ട്. ഡോറ് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഇറങ്ങാവുന്നതാണ്. അവിടെ വലിയൊരു ഓപ്പൺ ബാൽക്കണി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. എല്ലായിടത്തും ഡോറുകളെല്ലാം സെയിം പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. 12.5 അടി നീളവും 11 അടി വീതിയുമാണ് ഈ കാണുന്ന ബെഡ്റൂമിൽ സൈസ് ആയിട്ട് വരുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ ഭാഗത്ത് 2 സിംഗിൾ വിൻഡോസും ആണ് കിട്ടുന്നത്. നല്ല വലിയൊരു ബെഡ്റൂം ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് വർക്കുകൾ വരുന്നത്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. താഴെ കണ്ട സെയിം പാറ്റേണും മോഡലും കളറൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെയും ഡ്രസ്സിംഗ് ടേബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. സെയിം ഡിസൈൻ ആണ് ടൈലിനും വരുന്നത്. കളർ മാത്രം ഒരു ഗ്രീനിഷ് കളറാണ്. ഭംഗിയുള്ളൊരു കളറാണ്. ഇവിടെയും നല്ല സൗകര്യത്തിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ സെയിം സൈസ് തന്നെയാണ്. 12.5 അടി നീളവും 11 അടി വീതിയുമാണ് വരുന്നത്. സ്ട്രെയിറ്റ് നോക്കുമ്പോൾ 3 വിൻഡോസും റൈറ്റ് സൈഡിലായിട്ട് ബാക്കിയുള്ള 3 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് തന്നെയാണ് വാർഡ്രോബുകൾ വരുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയ ഒരു ഡിസൈനും കളറും ഒക്കെയാണ് വാർഡ്രോബുകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളുടെ സ്പേസിലെല്ലാം തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. മിറർ ഫിറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റൂഫിലാണെങ്കിലും നേരത്തെ കണ്ട റൂമുകളിലെ പോലെ തന്നെ സിമ്പിൾ ഡിസൈനുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കണ്ട ബാത്റൂമിന്റെ പോലത്തെ ഒരു ഷെയ്ഡാണ് ഇവിടെയും വരുന്നത്. ലൈറ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ്. എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ബാത്റൂമിലും കിട്ടുന്നുണ്ട്. ഈ സൗകര്യങ്ങളൊന്നും കൂടാതെ നമുക്ക് നല്ല കവേർഡ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് മുകളിലെല്ലാം തന്നെ കോൺക്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. സൈഡ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ടൈലുകളും കുറച്ച് ഡിഫറെന്റ് ആണ്. ഡോറുകളൊക്കെ വെച്ച് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ് നിങ്ങൾ കാണുന്നത്. ഹാൻഡ് ടൈൽസ് കൊടുത്തിട്ടുണ്ട്. കോൺക്രീറ്റിൽ തന്നെ ചെയ്തിട്ട് ടൈലാണ് വെച്ചിരിക്കുന്നത്.
മുകളിൽ നമുക്കൊരു ഡോർ വെച്ചിട്ടുണ്ട്. അവിടെ എത്തുന്ന പോർഷൻ വരെ റൂഫും കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമുക്ക് ഓപ്പൺ ടെറസ് ആണ്. ഭംഗിയുള്ള ഈ ഒരു വീട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിൽ, അതായത് ബസ് റൂട്ടിൽ നിന്നും 700 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് ഈസി ആയിട്ട് എത്താം. അതേപോലെ തന്നെ നമുക്ക് സ്കൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് വെറും 1.7 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. കുസാറ്റ് അടുത്താണ്. ഇടപ്പള്ളി, ആലുവ, കളമശ്ശേരി എല്ലായിടത്തേക്കും നമുക്ക് നിമിഷ നേരം കൊണ്ട് എത്താവുന്ന ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ല നല്ല ഹോസ്പിറ്റലുകളാണെന്നുണ്ടെങ്കിലും പള്ളികളാണെങ്കിലും അമ്പലങ്ങളാണെങ്കിലും എല്ലാം തന്നെ ഇതിന്റെ 1 കിലോമീറ്റർ സറൗണ്ടിങ്സിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഷോപ്പുകൾ നിങ്ങൾക്ക് 700 മീറ്റർ ട്രാവൽ ചെയ്താൽ ഈസി ആയിട്ട് കണ്ടെത്താവുന്നതാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് 65 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. ലാൻഡ് നോക്കുവാണെങ്കിൽ 3 സെന്റ് ആണ് വരുന്നത്. 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. 2 വീലേഴ്സ് വെക്കാനുള്ള സ്ഥലമുണ്ട്. കിണർ വെള്ളമുണ്ട്. നമുക്ക് വർക്ക് ഏരിയക്കായുള്ള സ്പേസ് ഇവിടെ എക്സ്ട്രാ കിടക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ചെയ്തെടുക്കാം. നല്ലൊരു യൂട്ടിലിറ്റി ഏരിയയും നമുക്ക് കിട്ടുന്നുണ്ട്. 65 ലക്ഷം 65 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് ഓണർ ചോദിക്കുന്നതാണ്. മാർബിൾ ഹൗസ് വഴി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി ഞങ്ങളത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഫുൾ എമൗണ്ട് ഇല്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. കയ്യിലുള്ള ക്യാഷ് നമുക്ക് ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ലോൺ വ്യവസ്ഥയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അതിലും ഞങ്ങൾ തന്നെ എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. ഈ ഒരു ബഡ്ജറ്റിൽ റോഡിനടുത്ത് ഇതുപോലെ വീടുകൾ കിട്ടുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. സമയം കളയേണ്ട. നമ്പറുകൾ 2 സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതിൽ വേണമെങ്കിലും വിളിക്കാം. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.